الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അവന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് അവനെ അനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സമയങ്ങളും സ്ഥലങ്ങളും അവസരങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ പ്രത്യേക അടിമകളോടുള്ള കാരുണ്യമാണ്, ലുത്തുഫാണ്. കൽപ്പിക്കാനും ലോധിക്കാനും അർഹൻ അള്ളാഹുവാണ്.
അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. അവൻ എന്താണോ നമ്മോട് കൽപ്പിക്കുന്നത് അത് ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. അള്ളാഹു എന്താണോ നമ്മോട് നിരോധിക്കുന്നത് അത് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ നാം കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. അത് നിർബന്ധമാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെയും നിരോധിച്ച കാര്യങ്ങൾ വെടിയാതെയും ഒരാൾ ജീവിച്ചാൽ അള്ളാഹു ഇഷ്ടമുള്ള രീതിയിൽ അവനെ കൈകാര്യം ചെയ്യും. അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ അടിമകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അള്ളാഹുവിന് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാത്തവരെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കുന്നവരെ ശിക്ഷിക്കാനുമുള്ള അധികാരം അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കൽപ്പിച്ച് നിരോധിച്ച് മാറി നിന്നാൽ മതി. ഞാൻ സൃഷ്ടാവാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. ഞാൻ നിരോധിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് നിങ്ങളുടെ ബാധ്യതയാണ്. അത് ചെയ്തേ പറ്റൂ എന്ന് അള്ളാഹുവിന്റെ ഓർഡറാണ്. അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിന് മേലെ ഒരു തീരുമാനം പറയാൻ ആരുമില്ല. അള്ളാഹുവിന്റെ താല്പര്യങ്ങളെ ഇല്ലാതാക്കാൻ ആരുമില്ല. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഉന്നതനാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്തു മാറി നിന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിരോധനങ്ങളെയും പ്രാവർത്തികമാക്കാൻ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ അടിമകൾക്ക് അവസരവും ഉണ്ടാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മോട് കാണിക്കുന്ന കാരുണ്യം. അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിക്കാൻ സമയം നിശ്ചയിച്ചു തന്നു. നിശ്ചയിക്കാനുള്ള ഷർത്തുകളും ഫർളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിച്ചു തന്നു. അള്ളാഹു നോമ്പ് നോക്കാൻ കൽപ്പിച്ചു, നോമ്പ് നോക്കുന്ന മാസം നിശ്ചയിച്ചു തന്നു. എപ്പോഴാണ് ആരാണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയിച്ചു തന്നു, പറഞ്ഞു തന്നു, വിശദീകരിച്ചു തന്നു. അള്ളാഹു സക്കാത്ത് നിർബന്ധമാക്കി, ആരാണ് കൊടുക്കേണ്ടത്, എത്ര ശതമാനമായാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് വിശദീകരിച്ചു തന്നു. അങ്ങനെ ഓരോ കർമ്മങ്ങളും എടുത്തു നോക്കിയാൽ അള്ളാഹു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്, ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് വിടുതിയുള്ളത് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു അടിമകൾ കാണിച്ച കാരുണ്യമാണ്. എന്നല്ല, ആ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിരോധനങ്ങളെയും അള്ളാഹു പറഞ്ഞ പ്രകാരം ആര് പ്രവർത്തിച്ചോ അവർക്ക് വണ്ണമേറിയ പ്രതിഫലവുമുണ്ട്. ആരാണ് ഇങ്ങനെ ചെയ്യുക? അല്ലാതെ അള്ളാഹു അടിയോട് കാണിക്കുന്ന കാരുണ്യം. ഒരു മുതലാളി അവന്റെ തൊഴിലാളിയോട് അടിമയോട് കൽപ്പിച്ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ചെയ്തതിന് വണ്ണമേറിയ പ്രതിഫലം, ആ പ്രവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പോരായ്മകൾക്ക് മാപ്പ്, അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. എല്ലാവരെയും അടക്കി ഭരിക്കുന്ന അള്ളാഹ് അടിമകൾ കാണിക്കുന്ന കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ നിശ്ചയിച്ചു തന്നു. എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിച്ച് അള്ളാഹുവിലേക്ക് ജീവിക്കാനാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് മറ്റ് സകല സംവിധാനങ്ങളും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സമസ്ഥാപനത്തിന് വേണ്ടിയാണ് ലോകത്ത് കണ്ടു കാണുന്ന സകല വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത്. മുഅ്മിനീങ്ങൾക്കും മുവഹിദീങ്ങൾക്കും ആസ്വദിക്കാനുള്ളതാണ് മറ്റു വസ്തുക്കൾ. മുഅ്മിനീങ്ങൾ മുവഹിദീങ്ങൾ ചെയ്യുന്ന ജോലി എന്താ? അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അള്ളാഹുവിന്റെ ദീനിനെ ലൈവാക്കി നിർത്തുക. ഇതാണ് മുവഹിദീങ്ങൾ ചെയ്യേണ്ടത്. മറ്റു കാര്യങ്ങൾ അവർക്ക് ആസ്വദിക്കാനുള്ളതാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യം എന്നോട് അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവരും അത് ആസ്വദിക്കുന്നു എന്ന് മാത്രം. അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. നാളെ അള്ളാഹു അതിനെ പ്രതികാരം ചെയ്യുന്നതുമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആസ്വദിച്ചിട്ട് അള്ളാഹുന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാതെ ജീവിച്ചവരെ നാളെ അള്ളാഹു ചോദ്യം ചെയ്യുന്നതാ. അള്ളാഹുവിനെ വെറുതെ വിടൂല. എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹിനെ അംഗീകരിച്ച മുവഹിദീങ്ങൾക്ക് ഇത് ആസ്വദിക്കാനുള്ളതാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് വേണ്ടി മാത്രമാണ് ഈ ലോകം നിലനിൽക്കുന്നത്. കണ്ടു കാണുന്ന സകല വസ്തുക്കളും, നമ്മൾ ആസ്വദിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന സകല വസ്തുക്കളും ഇതിനു വേണ്ടിയുള്ളതാ. അപ്പോൾ ലക്ഷ്യം എന്താ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ.
അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നത് മാത്രമാണ്. അടിമകളിൽ നിന്നും ഇതല്ലാത്ത രണ്ടാമതൊന്നും അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു ആവശ്യപ്പെടുന്നില്ല. നമ്മിൽ നിന്നും അള്ളാഹുവിന് വേണ്ടത് എന്താ? ഇബാദത്ത് മാത്രമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്ത, കൽപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്ത കാര്യങ്ങൾ 24 മണിക്കൂറും പ്രാവർത്തികമാക്കുക. ബാക്കിയാണ് അള്ളാഹു, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, റുബൂബിയ്യത്ത് അള്ളാഹുവിന്റെ മാത്രം അവകാശമാണ്. നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ലോകം ഭരിക്കാനോ ലോക കാര്യങ്ങൾ തീരുമാനിക്കാനോ ഒന്നും നമ്മളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. സൂര്യനെ ഉദിപ്പിക്കാനോ സൂര്യനെ അസ്തമിപ്പിക്കാനോ മഴ പെയ്യിപ്പിക്കാനോ ചെടി മുളപ്പിക്കാനോ നമ്മൾ ആരെയും ഏൽപ്പിക്കാത്തതുപോലെ ലോകത്തിന്റെ സകല കാര്യങ്ങളും അത് അള്ളാഹു തീരുമാനിച്ചതാണ്. അത് വേറെ വിശദീകരിക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും ചോദിക്കുകയും ചെയ്ത കാര്യങ്ങൾ അതത് സമയങ്ങളിലും സന്ദർഭങ്ങളിൽ ചെയ്ത് അള്ളാഹു അവസരമൊരുക്കി തരുന്നു. അങ്ങനെയുള്ള മഹത്തായ ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അത് ഷഹ്റു റമളാനാണ്. 11 മാസക്കാലം നാം ജീവിച്ച ജീവിതത്തിന്റെ 11 മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പോരായ്മകളെ തിരുത്താൻ, നികത്താൻ, പുതിയൊരു തീരുമാനം വിശ്വാസി ഉണ്ടാക്കിയെടുക്കാൻ, അള്ളാഹുമായുള്ള ബന്ധം അകന്നുപോയവർ അള്ളാഹുമായി ബന്ധമുണ്ടാക്കാൻ, സുന്നത്തനുസരിച്ചുള്ള ജീവിതത്തിൽ നിന്നും ഇടർച്ച വന്നവർക്ക് സുന്നത്തിലേക്ക് മടങ്ങാൻ, പരലോക ജീവിതം മറന്നുപോയവർ വീണ്ടും ഓർക്കാൻ, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തിരുത്താൻ ഒരു മഹത്തായ വലിയൊരു അവസരം അള്ളാഹു വിശ്വാസികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു മാസക്കാലത്തെ റമദാൻ എന്ന ഒരു മാസമാണ്. ഒരു മാസക്കാലം അടിമകൾക്ക് അള്ളാഹു വലിയ റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. തിരുത്താനുള്ളവർക്ക് തിരുത്താൻ, മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാറി ചിന്തിക്കാൻ. ഇത് ബർക്കത്തുடைய മാസമാണ്, റഹ്മത്തുകൾ ചൊരിയപ്പെടുന്ന മാസമാണ്. റമദാൻ മാസം ആഗതമായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിച്ചിട്ട് പറയും, അതാകും ഷഹ്റു റമളാൻ ഷഹ്റുൻ മുബാറക്. ദാ നിങ്ങൾക്ക് ഷഹ്റു റമളാൻ വന്നിരിക്കുന്നു, റമളാൻ മാസം വന്നിരിക്കുന്നു. അതെന്ത് മാസമാണ്? ഷഹ്റുൻ മുബാറക്. മുബാറക്കായ മാസമാണ്, ബർക്കത്തുடைய മാസമാണ്, നന്മകളുള്ള മാസമാണ്, നന്മകൾ അധികമായി ഉണ്ടാകുന്ന മാസമാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തുൽ ബറക, സിയാദത്തുൽ ഖൈർ, നന്മ അധികമായി ഉണ്ടാകുന്ന മാസമാണ് ഈ മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തിന്റെ സവിശേഷതയായി പറഞ്ഞു, ഈ മാസത്തിൽ മോട്ട് കാണിക്കുന്ന ജിന്നുകളെയും പിശാചുക്കളെയും കെട്ടിയിടുന്നതാണ്, ചെങ്ങലക്കിടപ്പെടുന്നതാണ്. സുഫിദത്തി ശയാതീനു വ മറദത്തുൽ ജിൻ, ജിന്നുകളും പിശാചുക്കളും ചെങ്ങലക്കിടപ്പെടും. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വലം യുഖ്ലഖ് മിൻഹാ ബാബ്, ആ സ്വർഗ്ഗത്തിന്റെ വാതിലിൽ നിന്നും ഒരു വാതിലും അടക്കപ്പെടുകയില്ല. വഉഗ്ലിഖത് അബ്വാബുൻ നാർ വലം തുഫ്തഹ് മിൻഹാ ബാബ് യുഫ്തഹ് മിൻഹാ ബാബ്, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്നതാണ്, അതിലൊരു വാതിലും തുറക്കപ്പെടുന്നതല്ല. റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത, റമളാൻ മാസം എന്താണ് എന്ന് സഹാബാക്കൾക്ക് റസൂൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. റസൂൽ പറഞ്ഞു, ലില്ലാഹി ഫീഹി ലൈല, അല്ലാഹുവിന്റെ ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഹിയ ഖൈറു മിൻ അൽഫി ശഹർ, അത് 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ്. റസൂൽ അവസാനം ഹദീസിനെ പറഞ്ഞു നിർത്തിയത്, മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, ഈ മാസത്തിന്റെ പവിത്രത, ഈ മാസത്തിന്റെ മഹത്വം ആർക്ക് നഷ്ടപ്പെട്ടോ അവനാണ് നഷ്ടമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയും റസൂലുള്ളാഹി ആമീൻ പറയുകയും ചെയ്ത 3 കാര്യങ്ങളിൽ ഒന്ന്, റമളാൻ മാസം കടന്നു വരികയും റമളാൻ മാസം തീർന്നു പോവുകയും ചെയ്തിട്ടും പാപമോചനം നേടാത്തവൻ തൊലഞ്ഞു പോകട്ടെ. റമളാൻ മാസം അതിനുള്ള മാസമാണ്. റമളാന്റെ 1ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അള്ളാഹു മാറ്റുകയാണ്, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടപ്പെടുകയാണ്, അള്ളാഹു തുറക്കുകയാണ്, നരകത്തിന്റെ കവാടങ്ങൾ അള്ളാഹു കൊട്ടിയടക്കുകയാണ്. ഇനി ഈ മാസത്തിൽ അള്ളാഹുവിന്റെ കാരണത്തിന്റെ നോട്ടം മാത്രമാണ്. നിങ്ങളെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും പ്രേരിപ്പിക്കുന്ന, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പിശാചുക്കൾ ചെങ്ങലക്കിടപ്പെട്ടിരിക്കുകയാണ്. ഇനി പിശാചുക്കൾ ദുഷ്പ്രേരണ നടത്തി അള്ളാഹുവിനെ ധിക്കരിപ്പിക്കുകയില്ല. ഈ ഒരു മാസം മാറാനും തിരുത്താനും
കഴിഞ്ഞുപോയ 11 മാസത്തിലുണ്ടായ ജീവിതത്തിൽ വന്ന ഇടർച്ചകളെ തിരുത്താനും നികത്താനും അള്ളാഹുവുമായി നല്ല സാമീപ്യം ഉണ്ടാക്കാനുള്ള മാസമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ 3 കാര്യങ്ങൾ നിഷിദ്ധമാക്കിയത്. അടിസ്ഥാനപരമായി 1 ഭക്ഷണം കഴിക്കൽ, 2 വെള്ളം കുടിക്കൽ, 3 ഭാര്യഭർത്തൃബന്ധത്തിൽ ഏർപ്പെടൽ. പല ഹിക്മത്തുകളും പണ്ഡിതന്മാർ ഈ 3 കാര്യങ്ങൾ ഒന്ന് ചെയ്താൽ അവരുടെ നോമ്പ് ബാത്തിലാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്, 2 അഭിപ്രായം ചിന്തിക്കില്ല. ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഭാര്യയുമായി ബന്ധപ്പെടുകയോ ചെയ്താൽ അവരുടെ നോമ്പ് ബാത്തിലാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഇജ്മാ ഉള്ളവരാണ്, ഏകാഭിപ്രായക്കാരാണ്. ഇത് വിശദീകരിച്ചിട്ട് പല പണ്ഡിതന്മാരും പലതും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ അടിസ്ഥാനപരമായ ഒരു വ്യാഖ്യാനം, ഒരു വ്യക്തി ഏറ്റവും കൊതിക്കുന്ന 3 കാര്യങ്ങളാണ്. ഭക്ഷണ പാനീയങ്ങളില്ലാതെ ഒരു ദിവസം കഴിഞ്ഞുകൂടുക എന്നുള്ളത് പ്രയാസമാണ്. വികാര പൂർത്തീകരണം നടത്താതെ ഒരു ദിവസം കഴിഞ്ഞു പോകുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ 11 മാസക്കാലം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചവർ എനിക്കൊരു റബ്ബുണ്ടെന്ന തിരിച്ചറിവിലേക്ക് മടങ്ങി വരാൻ, എന്റെ താല്പര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം, എന്റെ ഇഷ്ടങ്ങൾക്കെല്ലാം പ്രാധാന്യം, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവന്റെ കൽപ്പന നിരോധനങ്ങൾ അനുസരിച്ചുള്ള ജീവിതമാണ് നടത്തേണ്ടത് എന്ന് സ്വന്തത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു മാസമാണ്. തിരുത്താനുണ്ടെനിക്ക്, മാറാനുണ്ടെനിക്ക്. പരലോക ജീവിതം എന്ന യാഥാർത്ഥ്യ ജീവിതം, മരണത്തിന് ശേഷമുള്ള എന്നേക്കുമുള്ള ജീവിതം, അതിലേക്ക് പണിയെടുക്കേണ്ടവരാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. ഞാൻ വാജിബാത്തുകളും മുഹറമാത്തുകളും ശ്രദ്ധിക്കേണ്ട ആളാണ്. നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഹറാമുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ സുന്നത്തുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. ഖബർ മുതൽ കൊണ്ടുള്ള ജീവിതം യാഥാർത്ഥ്യമാണ്. അവിടെ രക്ഷകളുണ്ട്. രക്ഷപ്പെട്ട കൂട്ടത്തിൽ ഞാൻ പെടണം എന്നിച്ചാതിയുള്ള ചിന്തയും ബോധവും ഒരു വ്യക്തിയിൽ ഉണ്ടാക്കി തീർക്കാനുള്ള മാസമാണ്. അതുകൊണ്ടാണ് തിരുത്താനുള്ള മാസമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഈ മാസം തിരുത്താനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ മഹനീയമായ ഈ മാസത്തെ വരവേൽക്കാൻ വേണ്ടി വിശ്വാസി ഒരുങ്ങി നിൽക്കണം. പണ്ഡിതന്മാർ ഒരുങ്ങി നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ പറഞ്ഞാൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസം ശരിയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിയമമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ വിശ്വാസികൾക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത്. വിശ്വാസം ക്ലിയർ ചെയ്യണം. രണ്ടാമത്തേത്, തൗബ ചെയ്ത് പാശ്ചാത്താപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങി ഹൃദയശുദ്ധിയോടുകൂടി ഇഖ്ലാസോടുകൂടി നോമ്പിനെ വരവേൽക്കണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. വളരെ മഹനീയമായ ബർക്കത്തുடைய ഒരു മാസമാണ് ഈ മാസം. ഈ മാസത്തിന്റെ ഓരോ രാത്രിയിലും അല്ലാഹു നരകത്തിന്റെ അവകാശികളെ മോചിപ്പിക്കുന്നതാണ്, അവർക്ക് സ്വർഗം രേഖപ്പെടുത്തുന്നതാണ്. അത്ര മഹനീയമായ ഈ പവിത്രമായ മാസത്തെ ഹൃദയശുദ്ധിയോടുകൂടി തൗബ ചെയ്ത് വിശ്വാസം ക്ലിയർ ചെയ്ത് വരവേൽക്കണം എന്ന. എന്നിട്ട് ഈ മാസത്തിൽ നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ റമദാൻ മാസത്തിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി എന്ന് പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. 3 കാര്യങ്ങളാണ് തഖ്വയോടെ നേടിയെടുക്കേണ്ടത്. ഒന്ന്, അല്ലാഹുവോടുള്ള ഭയമാണ്. അല്ലാഹുവോടുള്ള ഭയം എന്താ? അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ. അല്ലാഹുവിന്റെ ഇഷ്ടം നഷ്ടപ്പെടുമെന്ന പേടിയാണ്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് സൂക്ഷിക്കലാണ്. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു പോകുന്നുണ്ടോ എന്ന് സൂക്ഷിക്കലാണ്. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കെതിരെ നാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സൂക്ഷിക്കലാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയാണ്. തഖ്വയുടെ ഒരു ഭാഗമാണ്. രണ്ടാമത്തേത്, ഹറാമുകൾ കഴിഞ്ഞുകൂടുന്നതിൽ നിന്നും സൂക്ഷിക്കണം. പാപകർമ്മങ്ങൾ ചെയ്തതിൽ നിന്നും സൂക്ഷിക്കണം. മൂന്നാമത്തേത്, നരകത്തിൽ നിന്നും സൂക്ഷിക്കണം. ഈ 3 കാര്യത്തിൽ നിന്നും തഖ്വ ഉണ്ടാക്കിയെടുക്കണം. നരകത്തിൽ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഇഷ്ടം നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് 3 ഒന്നാണ്. അതാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കലാണ്, അള്ളാഹുവിന്റെ നിരോധനങ്ങളെ വെടിയലുമാണ്.
ഇതാണ് തഖ്വ. ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി. അങ്ങനെ ഈ റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിലെ നോമ്പ് എനിക്ക് നിർബന്ധമാണ് എന്ന വിശ്വാസത്തോടു കൂടി, ബോധത്തോടു കൂടി, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പാക്കുന്നതാണ്. മരിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് ഉറപ്പിക്കേണ്ട ഒരു കാര്യം പാപത്തിൽ നിന്നുള്ള രക്ഷയാണ്. മരിക്കുമെന്ന് ഉറപ്പുള്ളവർ ആരുണ്ടോ അവരെല്ലാം ഉറപ്പുവരുത്തേണ്ട ഒരു പേപ്പർ എന്റെ പാപം മാപ്പാക്കപ്പെട്ടു എന്നതാണ്. നമ്മൾ മരിച്ചതിന് ശേഷം ഏറെ പരീക്ഷിക്കപ്പെടുക നമ്മൾ ചെയ്ത പാപങ്ങളിലാണ്. റസൂൽ പറയാണ്, ആരെങ്കിലും ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കുന്നതാണ്. റമദാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കർമ്മം പകലിൽ വ്രതം അനുഷ്ഠിക്കലാണ്. റസൂൽ പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമദാന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം മാപ്പാക്കുന്നതാണ്. ഇന്ന് നമസ്കരിക്കൽ സുന്നത്താണെന്നുള്ള വിശ്വാസത്തോടു കൂടി, റസൂൽ പഠിപ്പിച്ചു തന്ന ഇബാദത്താണെന്ന വിശ്വാസത്തോടു കൂടി ആ നിസ്കാരം നിർവഹിച്ചാൽ എനിക്ക് റസൂൽ ഓഫർ ചെയ്ത ഈ പാപമോചനം കിട്ടുമെന്ന ആഗ്രഹത്തോടു കൂടി ആരെങ്കിലും രാത്രിയിൽ നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കുന്നതാണ്. അവൻ രാവിലെ വ്രതമനുഷ്ഠിക്കുന്നതോടുകൂടി പാപം മാപ്പാക്കപ്പെട്ടു, രാത്രിയിൽ ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നതോടുകൂടി വീട്ടിലുള്ള പാപങ്ങൾ മാപ്പാക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എത്ര വലിയ ഓഫറുകളാണ്! ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കുകയാണ്. അതാണ് റസൂലുള്ളാഹി ചാവപ്രാർത്ഥന നടത്തിയത്. ഇങ്ങനെയുള്ള ഓഫറുകളെല്ലാം പ്രഖ്യാപിക്കപ്പെട്ടിട്ടും ഈ ഓഫറുകൾ നേടാതെ ആരെങ്കിലും ചൊവ്വാൽ ഒന്നിന്റെ അന്ന് ജീവിച്ചാൽ അവൻ തൊലഞ്ഞു പോട്ടെ. അവൻ ഇത് നഷ്ടവഴിയാണ്. ഇത്ര വലിയ ഓഫറുകൾ അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചിട്ട് ആ ഓഫർ നേടിയെടുക്കാൻ ശ്രദ്ധിക്കാതെ, ആ ഓഫർ നേടിയെടുത്ത് വിജയുടെ കൂട്ടത്തിലാകാൻ ആഗ്രഹിക്കാതെ ഒരു മാസം വെറുതെ കളഞ്ഞു കൂട്ടിയാൽ പട്ടിണി കിടക്കലോ വെള്ളം കുടിക്കാതിരിക്കലോ ഭാര്യയെ സമീപിക്കാതിരിക്കലോ അല്ല നോമ്പ്. അത് നോമ്പിന്റെ വിശേഷണമാണ്. നോമ്പ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ്. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പട്ടിണി കിടക്കലല്ല, വെള്ളം കുടിക്കലല്ല, കുടിക്കാതിരിക്കലല്ല, ഭാര്യയെ സമീപിക്കാതിരിക്കലല്ല. റസൂൽ പറഞ്ഞു, റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരാണ് അവർ നോമ്പ് കൊണ്ട് അവർ നേടിയെടുത്തത് വിശപ്പ് സഹിക്കൽ മാത്രമാണ്. എത്ര റുബ്ബ ഖായിമിൻ, എത്ര രാത്രി നമസ്കരിക്കുന്ന ആൾക്കാരാണ് അവരുടെ രാത്രി നമസ്കാരത്തിലൂടെ അവർ നേടിയെടുത്തത് ഉറക്കുമൊഴിയിൽ മാത്രമാണ്. നേടിയെടുക്കേണ്ടത് എന്നാൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മഹനീയമായ ആ മാസത്തെ വരവേൽക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. വിശ്വാസം ക്ലിയർ ചെയ്ത് അല്ലാഹുവിലേക്ക് പൂർണ്ണമായും മടങ്ങി ഒരു മഹനീയമായ ഒരു മഹത്തരമായ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. പൂർവികരായ സലഫുകളുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം, അവർ റമദാൻ ആകുന്നതിന്റെ 6 മാസം മുമ്പേ റമദാന് വേണ്ടി ഒരുങ്ങുമായിരുന്നു. റമദാൻ കഴിഞ്ഞാൽ 6 മാസം ഈ നോമ്പ് സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ റമദാന് വേണ്ടി റമദാൻ അപ്പുറമാണ്. റമദാൻ വലിയൊരു ഓഫറായിട്ടാണ് പൂർവികർ കണ്ടത്. തീർത്താനും മാറാനും അള്ളാഹുവിലേക്ക് അടുക്കാനും സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരാനും ഖുർആനുമായി ബന്ധമുണ്ടാക്കാനും ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും പോലുള്ള ഒരുപാട് തീരുമാനങ്ങൾക്കുള്ള വേദിയാണ് റമദാൻ. ശവ്വാൽ 1 മുതൽ അങ്ങോട്ടേക്ക് നമ്മുടെ ജീവിതം പുതിയതാണ്. അതുണ്ടാകുന്ന പോരായ്മ വീണ്ടും ഒരു റമദാൻ. ശഅബാൻ പകുതി കഴിഞ്ഞു. റമദാനിൽ ആര് ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. റമദാനിൽ നമ്മൾ ജീവിച്ചിരിക്കോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ല. ആഗ്രഹിക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. അതെ, വിശ്വാസികൾക്ക് കർമ്മപ്രിയർക്ക് റമദാൻ ഒരു ആനന്ദമാണ്, ഒരു ആവേശമാണ്. അവർ കാത്തിരിക്കുകയാണ് റമദാനാകുന്ന മഹനീയമായ മാസം വരാൻ, തിരുത്താനും മാറാനും മാറി ചിന്തിക്കാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും
അകന്നുപോയ ബന്ധങ്ങളെ അടുപ്പിക്കാൻ ഏറ്റവും അടുത്ത ബന്ധം, ഏറ്റവും മുന്തിക്കേണ്ട ആദ്യത്തെ ബന്ധം അല്ലാഹുവുമായുള്ള ബന്ധമാണ്. ആ ബന്ധത്തെ ഒന്ന് ദൃഢീകരിക്കാൻ വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. നാം ഓരോരുത്തരും ആ മഹനീയമായ മാസത്തിന് വേണ്ടി കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മാസത്തിൽ സന്നിഹിതരാകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കർമ്മങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉപയോഗപ്പെടുത്തി റസൂലുള്ളാഹി നേടാൻ വേണ്ടി പറഞ്ഞ ആ മഹനീയമായ വിജയം കൈവരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമേ എന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റമദാൻ മാസത്തിന്റെ ശ്രേഷ്ഠതയായി, റമദാൻ മാസത്തിന്റെ മഹത്വമായി ഖുർആൻ അല്ലാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഒരുപാട് ഹദീസുകൾ ധാരാളം കാര്യങ്ങൾ കാണാം റമദാന്റെ പവിത്രതകൾ പറഞ്ഞതായിട്ട്. ഖുർആനിൽ ഒരു കാര്യം അല്ലാഹു പറഞ്ഞു, അത് റമദാൻ മാസത്തെ പരിചയപ്പെടുത്തി തന്നെ അത് പറഞ്ഞിട്ടാണ്. എന്താണത്? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ശഹ്റു റമളാൻ, റമളാൻ മാസം, അല്ലദീ എങ്ങനെയുള്ള മാസമാണ്? ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ അവതീർണമായത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും വിശദീകരിച്ചത് ഖുർആനും റമളാനുമായി നല്ല ബന്ധമുണ്ട്. പണ്ഡിതന്മാർ പറയുക, ശഹ്റു ശഅബാൻ ശഹ്റുൽ ഖുർആൻ. ശഅബാൻ മാസം ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ്. ശഹ്റു റമളാൻ ശഹ്റുൽ ഖുർആൻ, റമളാൻ മാസം ഖുർആന്റെ മാസമാണ്. നാളെ മഹ്ശറയിൽ ഒരു അടിമയ്ക്ക് വേണ്ടി വാദിക്കുന്ന, ശുപാർശ പറയുന്ന രണ്ടുപേരെ റസൂൽ പരിചയപ്പെടുത്തി. അതൊന്ന് ഖുർആനാണ്, മറ്റൊന്ന് റമളാനാണ്, നോമ്പാണ്. റമളാൻ വന്നിട്ട്, നോമ്പ് വന്നിട്ട് അല്ലാഹുവോട് പറയും, അല്ലാഹുവേ, ഇവൻ പകലിൽ നോമ്പനുഷ്ഠിച്ചു, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചു, വികാര വിചാരങ്ങളെ പിടിച്ചു വെച്ചു, അതുകൊണ്ട് ഇവന്റെ വിഷയത്തിലുള്ള എന്റെ ശുപാർശ സ്വീകരിക്കണം. അപ്പൊ ഖുർആൻ വരും, അല്ലാഹുവേ, ഇവൻ രാത്രിയിൽ എന്നെ പാരായണം ചെയ്ത് നിന്ന് നിസ്കരിച്ചു, ഇവൻ ഉറക്കം വഹിച്ചത് എന്നെ ഓതിയിട്ടാണ്, രാത്രി ഇന്ന് നിസ്കരിച്ച ആളാണ്, അതുകൊണ്ട് ഇവന്റെ വിഷയത്തിലുള്ള എന്റെ ശുപാർശ സ്വീകരിക്കണം. റസൂൽ പറഞ്ഞു, രണ്ടുപേരുടെയും ശുപാർശ സ്വീകരിക്കുന്നതാണ്. ഖുർആനും നോമ്പിൽ നല്ല ബന്ധമുണ്ട്. ഖുർആൻ നാളെ മഹ്ശറയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഖുർആൻ ഷാഫിഉമാണ് മുശഫ്ഫഉമാണ്. ഷാഫി എന്ന് പറഞ്ഞാൽ ശുപാർശ സ്വീകരിക്കുന്ന, ശുപാർശ ചെയ്യുന്ന ആളാണ്. മുശഫ്ഫ എന്ന് പറഞ്ഞാൽ ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആളാണ്. ഖുർആൻ ഖുർആൻ നമുക്ക് അനുകൂലവും പ്രതികൂലവുമായി സാക്ഷി പറയുന്ന ആളാണ്. പറഞ്ഞു, ഖുർആനെ കുറിച്ച് പറഞ്ഞത് ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഖുർആൻ നിനക്ക് അനുകൂലമായും സാക്ഷി പറയും, പ്രതികൂലമായും സാക്ഷി പറയും. വിശ്വാസിയുടെ ജീവിത രേഖകളാണ് ഖുർആൻ, ജീവിത പദ്ധതിയാണ് ഖുർആൻ. ഒരു വിശ്വാസിയുടെ ദുസ്തൂറാണ് ഖുർആൻ, നിയമ പുസ്തകമാണ് ഖുർആൻ. ജീവിതം എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഖുർആൻ. ഖുർആനുമായി വിശ്വാസിക്ക് എപ്പോഴും ബന്ധമുണ്ടാകേണ്ടതുണ്ട്. ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ ഡോക്ടറുടെ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സംശയമുള്ള കാര്യങ്ങൾ ഡോക്ടർ പഠിച്ച ബുക്കിൽ നോക്കും. ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്ന ആള് അർത്ഥം കിട്ടാത്ത വേർഡ് വന്നാൽ ഡിക്ഷണറി മറിച്ച് നോക്കും. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ബുക്കിൽ നോക്കും. വിശ്വാസി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ടത് ഖുർആനിലാണ്. ഖുർആനിൽ എല്ലാം ഉണ്ട്, ജീവിക്കാനുള്ള വ്യവസ്ഥയാണ് ഖുർആൻ. അപ്പൊ വിശ്വാസിക്ക് എപ്പോഴും ഖുർആനുമായി ബന്ധമുണ്ടാകേണ്ടതുണ്ട്. വെറും ഒരു പാരായണത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല ഖുർആൻ, മറിച്ച് അതിന്റെ അർത്ഥം പഠിക്കേണ്ടതുണ്ട്. പൂർവികരായ സലഫുകൾ റമദാൻ മാസമായി കഴിഞ്ഞാൽ ഖുർആൻ ഓതിയിരിക്കുമായിരുന്നു, ഖുർആന്റെ അർത്ഥം ചിന്തിക്കുമായിരുന്നു, ഖുർആനുമായി
അഭേദ്യമായ ബന്ധമുണ്ടാക്കുമായിരുന്നു. റമദാൻ മാസമായി കഴിഞ്ഞാൽ റമദാൻ മാസം 1 മുതൽ നാം ഖുർആനുമായി നല്ല ബന്ധമുണ്ടാക്കേണ്ടതുണ്ട്. ഖുർആന്റെ അർത്ഥം പഠിക്കണം. ഖുർആൻ പൂർണ്ണമായി ഓതി പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം. ഖുർആൻ ഹിഫ്ളാക്കാൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ചിലർ ഓത്ത് മാത്രം ഓതി തീർക്കും. ചിലര് അർത്ഥം വെച്ച് വായിക്കും, പക്ഷെ പൂർത്തിയാക്കൂല. അങ്ങനെയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠത എല്ലാം ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കല. പൂർണ്ണമായും ഓടാൻ ശ്രമിക്കുക, അതോടൊപ്പം തന്നെ മറ്റു സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക, മറ്റൊരു സമയത്ത് ഹിഫ്ളാക്കാൻ ശ്രമിക്കുക. റമദാന്റെ രാപ്പകലുകളെ ഖുർആനുമായുള്ള ബന്ധത്തിൽ കഴിച്ചു കൂട്ടുക. ഖുർആൻ ഓതുക. അള്ളാഹു എന്നോട് എന്താണ് പറയുന്നത് എന്ന് ഖുർആനോട് നോക്കി പഠിക്കുക. എന്റെ അള്ളാഹ് എന്നോട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കുക. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഖുർആൻ ഹിഫ്ളാക്കാൻ, കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. പറഞ്ഞു, അൽ മാഹിറു ബിൽ ഖുർആൻ മഅസഫറ ഫീ കിറാമിൻ ബററ. നന്നായി ഖുർആനുമായി ബന്ധമുള്ള, ഖുർആനിൽ നൈപുണ്യം നേടിയ അവർ മഹാന്മാരായ മലക്കളുടെ കൂട്ടത്തിലാണ്. വല്ലദീ യഖ്റഉൽ ഖുർആന വയതദഅതു ഫീഹി വഹുവ അലൈഷാക്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുന്നു, പ്രയാസപ്പെട്ടുകൊണ്ടാണ് പാരായണം ചെയ്യുന്നത്. വിക്കി നന്നായിട്ട് ഓടാൻ അറിയില്ല. ലഹു അജ്റാൻ, അവർക്ക് 2 കൂലി ഉണ്ട്. ആദ്യമുള്ളൊരു കൂലി പറഞ്ഞിട്ടില്ല. അപ്പൊ മലക്കളുടെ കൂട്ടത്തിലാണ് പറഞ്ഞത് കൂലി പറഞ്ഞത്. എന്നാൽ വിക്കി ഓർത്താൻ 2 കൂലിയുണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കൂലി എന്താണ്? ഖുർആൻ പാരായണം ചെയ്തതിന്റെ കൂലിയാണ്. രണ്ടാമത്തെ കൂലി വിക്കി പ്രയാസപ്പെട്ട് ഓതിയതിന്റെ കൂലിയാണ്. റമദാൻ മാസത്തെ ഖുർആനുമായുള്ള ബന്ധത്തിൽ നാം കഴിച്ചുകൂട്ടണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനും ഖുർആനും അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ടാണ് റമദാൻ മാസത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, സംഭവ വികാസങ്ങൾ റമദാനിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പറയാതെ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായ ശഹ്റു റമദാൻ എന്ന് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ റമദാനെ വരവേൽക്കുമ്പോൾ, റമദാന് വേണ്ടി ഒരുങ്ങുമ്പോൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3ാമത്തെ പ്രവർത്തനം ഖിറാഅത്തുൽ ഖുർആനാണ്. 1 നോമ്പ് നോക്കാൻ ഒരുങ്ങലാണ്, 2 ഖിയാമുൽ ലൈലിക്ക് വേണ്ടി ഒരുങ്ങലാണ്, 3 ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒരുങ്ങലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, ഇങ്ങനെയുള്ള മഹത്തരമായ മാസങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനും അതിനെ കാത്തിരിപ്പിന്റെ പ്രതിഫലം നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين. الله أكبر.